ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു KP's Culinary. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കറിയും നാടൻ ചിക്കൻ കറിയും അപ്പവുമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടാതെ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടു നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി. ഈ ഉള്ളിയൊക്കെ നന്നായി വെന്ത് നന്നായി ഉടഞ്ഞു വരണം. കൂടാതെ തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ ഗരം മസാലയാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നന്നായി പൊടിച്ചെടുക്കുന്നതാണ്. ചൂടാക്കിയിട്ടൊന്നുമില്ല, സാധാരണ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താണ്. ഇതാണ് നമ്മുടെ സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. രമ്പയില, ബിരിയാണി ഇല എന്നൊക്കെ പറയും. അതാണ് നമ്മൾ ഈ ചിക്കൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ തരുന്ന ഒരു ഇലയാണിത്. രമ്പയില അല്ലെങ്കിൽ പാണ്ടൻ ലീഫ് എന്നൊക്കെ പറയും. അതാണ് നല്ല ഫ്ലേവറാണ് ചിക്കൻ കറിക്ക് കൊടുക്കുന്നത്. നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം, നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. തീ ഞാനിപ്പോൾ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായി കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതൊരു 2 ടീസ്പൂൺ 2-2.5 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 5 ടീസ്പൂണോളം ഇടുന്നുണ്ട്. എരിവിൻ്റെ പാകത്തിന് ഇതെല്ലാം ആഡ് ചെയ്യണം, മുളക് പൊടിയൊക്കെ. അടുത്തായി നമുക്ക് ഫ്രഷ്ലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നല്ല ഹീപ്പ് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി തീ കൂട്ടി വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ ഒന്ന് നന്നായി കുക്കായി വരണം. എല്ലാ സ്ഥലത്തും നല്ലപോലെ യോജിക്കുന്ന വിധത്തിൽ ഇളക്കി അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ചെറുതീയിലാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായി യോജിപ്പിച്ച് വീണ്ടും അടച്ചു വയ്ക്കണം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അരക്കപ്പോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് തന്നെ നന്നായി വെള്ളം ഇറങ്ങും. പക്ഷേ നമുക്ക് കുറച്ച് കൂടുതൽ കറി വേണമെന്നുള്ളത് കൊണ്ട് ഒരു അരക്കപ്പ് ചെറു ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാൻ, പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. നന്നായി അടച്ച് വെച്ച് തീ കൂട്ടി വയ്ക്കുക. നന്നായിട്ട് തിളച്ച് വരട്ടെ.
ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കുന്നുണ്ട്. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായി യോജിപ്പിച്ച് അടച്ച് വയ്ക്കുക, ചെറു തീയിൽ വയ്ക്കുക. അവസാനമായിട്ട് രമ്പയില ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ കറി തിളച്ച് മേലിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടി വന്നിട്ടുണ്ട് കറി. നമുക്ക് കറി മാറ്റാം. അടുത്ത അപ്പം ചൂടാം. അപ്പം ചൂടാനായിട്ട് അപ്പത്തിൻ്റെ ചട്ടി വെക്കുന്നത്, ഇതിന് ഹോക്കിൻസ് ഫ്യൂച്ചറയുടെ ചട്ടിയാണ് അപ്പച്ചട്ടി. ഇത് മാവ്, അപ്പത്തിൻ്റെ ബാറ്റർ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് ചുറ്റിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നന്നായി മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.